ഇതൊരു യാത്രയാണ്. ഭൂതകാല നന്മകളിലേക്ക് മനസ്സും ശരീരവും കൊണ്ട് ഒരു മടക്കയാത്ര. കൊറോണ എന്ന മഹാമാരി തീർത്ത ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, മനുഷ്യ ശരീരത്തിന് പോസിറ്റീവ് എനർജി കിട്ടാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പഴയകാല കൃഷികളിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. അമിതമായ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ജനങ്ങൾക്ക് ആരോഗ്യ ഭക്ഷണമേകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാങ്കുളത്തെ സെബാസ്റ്റ്യൻ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. പച്ചക്കറികളോടൊപ്പം വീട്ടുവളപ്പിൽ കിഴങ്ങ് വിളകളും കൃഷി ചെയ്തു വരുന്നു. ചെറുപ്പകാലം മുതൽ കണ്ടുവളർന്ന പഴയ കാർഷിക രീതികളെ തൻ്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി മികച്ച വിളവ് നേടുവാൻ കഴിയുന്ന തരത്തിൽ പച്ചക്കറികളെ സംരക്ഷിക്കുകയാണ് സെബാസ്റ്റ്യൻ. 8 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സബ്സിഡിയോടുകൂടി 10 സെൻറ്റിൽ ഒരു പോളി ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലാണ് കൂടുതലും പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ പയർ മാത്രമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പിന്നീട് എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്തു തുടങ്ങി. ഇന്നും മുന്തിരിയും പോളി ഹൗസിൽ കൃഷി ചെയ്തു വരുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പോളി ഹൗസിൽ പച്ചമുളക്, ചീര, ക്യാപ്സിക്കം, പയർ, കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, വഴുതന, വെണ്ട, പാവൽ, പടവൽ തുടങ്ങി എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമായതോടെ 3 സെൻറ്റിൽ മറ്റൊരു പോളി ഹൗസ് കൂടി നിർമ്മിച്ചു. ഇവിടെയും വിവിധ തരം പച്ചക്കറികൾ തന്നെയാണ് കൃഷി ചെയ്തു വരുന്നത്. നല്ല രീതിയിൽ നോക്കി പരിപാലിച്ചാൽ എന്നും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നാണ് സെബാസ്റ്റ്യൻ്റെ അനുഭവ പാഠം. കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി. ആദ്യ വർഷങ്ങളിലൊക്കെ പയർ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. നല്ല വിളവായിരുന്നു, വളരെ ലാഭകരമായിരുന്നു. അതിനുശേഷം ഓരോ കൃഷിയും മാറി മാറി ചെയ്ത് ചീനി, പച്ചമുളക് ഉണ്ടാകുന്നതിന് വേണ്ടി ചീനി, കാപ്സിക്കം, അതുപോലെ തന്നെ ബീൻസ് തുടങ്ങിയിട്ടുള്ള കൃഷികളെ മാറി മാറി ചെയ്തു. ഇപ്പോൾ ഒരു 6-7 വർഷം ആയപ്പോഴേക്ക് ചെറിയ കേടുകളൊക്കെ ഇതിനകത്ത് രൂപപ്പെട്ടു തുടങ്ങി. അപ്പോൾ പിന്നെ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കിളച്ചിളക്കി സോൾ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പദ്ധതിയിലൂടെ ഇതിനെ ശരിയാക്കി എടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാരൊക്കെ ആ രീതിയിലാണ് അതിന് പരിഹാരം കണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പണിതത് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ്. 75% സബ്സിഡി കിട്ടി. 4,80,000 രൂപ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഉള്ളതാണ്. പോളി ഹൗസ് 10 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ആ നിലയിൽ എന്തുകൊണ്ടും ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പോളി ഹൗസ് കൃഷി വളരെയേറെ ലാഭകരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മുന്തിരി കൃഷിയും ഇതിനകത്ത് ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. കായ പിടിച്ചു. ഇനിയിപ്പോൾ ഒരു ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് നന്നായി ഒന്ന് ചെത്തിമിനിക്കുകയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൂവിട്ട് നന്നായിട്ട് കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാബേജും കോളിഫ്ലവറും നന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കാബേജും നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു കീടനാശിനിയൊന്നും പ്രയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ കീടങ്ങളുടെ ഒരു ആക്രമണം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കാബേജ് വളരെ ആദായകരമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. പക്ഷേ അതിൻ്റെ വിലയിലുള്ള ഒരു കുറവ് നമുക്ക് അതിനോടൊരു വലിയ താല്പര്യം ഉണ്ടാകാത്തൊരവസ്ഥയുണ്ട്. പിന്നെ ആണ്ടിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് കാബേജ് കൃഷി ചെയ്യാൻ കഴിയുള്ളൂ. ഡിസംബറോടുകൂടി തീരുന്ന ഒരു സീസൺ ആണ് കാബേജ് കൃഷിക്ക് നല്ലത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തുന്നവർ രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിച്ചു വരുന്നു. ചിലർ ജൈവവളങ്ങളും രാസവളങ്ങളും സംയോജിപ്പിച്ച് കൃഷി നടത്തുന്ന രീതിയാണുള്ളത്. മികച്ച ഉൽപ്പാദന വർധനവാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെത്തുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗവും വിഷാംശമുള്ളവയാണ്. ഇത് കഴിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകും. സമൂഹത്തിന് ദോഷകരമാകുന്ന രീതിയിൽ കൃഷികൾ ഒന്നും തന്നെ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന കർഷകനാണ് സെബാസ്റ്റ്യൻ. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ നിന്ന് ഒഴിവാക്കിയ ഏലത്തെയും വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിവിധ വൃക്ഷവിളകളുടെ തണലിലാണ് ഏലച്ചെടികൾ നട്ടിരിക്കുന്നത്. നിരവധി ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ഈ കൃഷിയിടത്തിൽ മക്കട്ടദേവ എന്ന ചെടിയുമുണ്ട്. ഷുഗർ രോഗ നിവാരണത്തിനായി ഇതിൻ്റെ കായകൾ ഉണക്കി ഉപയോഗിക്കുന്നു. ഉണക്കിയ കായകൾ വെള്ളത്തിലിട്ട് വേവിച്ച്
ആറ്റിയതിന് ശേഷം ദിവസവും കഴിച്ചാൽ ഷുഗർ രോഗത്തിന് കുറവ് വരുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇത് മക്കട്ടദേവ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. 3 വർഷം കഴിഞ്ഞു ഇതിൻ്റെ പ്രായം നട്ടിട്ട്. ഇതിൻ്റെ ഈ കായ് നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ അത് പറിച്ച് അരിഞ്ഞ് ഉണങ്ങി വെച്ചാൽ ഷുഗർ രോഗികൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ നോർമലാവാൻ ഏറ്റവും നല്ല മരുന്നാണ്. സാധാരണഗതിയിൽ 2-3 ദിവസം കുടിച്ച് കഴിയുമ്പോഴേക്കും ഷുഗർ നോർമലായിട്ട് വരും. അതുകൊണ്ട് വേറെ ഗുളികയും മറ്റു മരുന്നുകളും ഒന്നും കൂടാതെ കൊണ്ട് ഷുഗർ രോഗികൾക്ക് പറ്റിയ ഒരു മരുന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ ഗുണമുള്ള സാധനമാണ്. വിവിധ പഴവർഗ്ഗങ്ങളോടൊപ്പം ഹൈറേഞ്ച് മേഖലയിൽ മാത്രം കണ്ടുവരുന്ന മരത്തക്കാളിയും ഈ കൃഷിയിടത്തിൽ കാണാം. പഴുക്കുന്നതിന് മുമ്പ് തക്കാളിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയും. പഴുത്താൽ നല്ലൊരു പഴമാണ്. വരൾച്ച കൂടി വരുന്ന ഹൈറേഞ്ച് മേഖലയിൽ നനയുടെ ആവശ്യം കൂടി വരികയാണ്. വേനൽക്കാലത്ത് കാർഷിക വിളകൾക്ക് ജലസേചനമേകാനായി 10 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു കുളം നിർമ്മിച്ചു. ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ജലസേചന വകുപ്പിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് 16 സെന്റിൽ 15 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കുളം നിർമ്മിച്ചത്. 14 അടി താഴ്ചയുള്ള കുളത്തിൽ മീനുകളെയും വളർത്തുന്നുണ്ട്. തിലോപ്പി, ഗൗര, ആസാം വാള, കാർപ്പ്, അനാമസ്, കരിമീൻ തുടങ്ങി 15ഓളം ഇനത്തിൽപ്പെട്ട മീനുകൾ. പ്രത്യേകം നിർമ്മിച്ച വലിയ കുളത്തിന് പുറമെ 4 കുളങ്ങൾ വേറെയും കൃഷിയിടത്തിലുണ്ട്. ഇതിലും മത്സ്യങ്ങളെ വളർത്തുകയാണ്. ഹരിതപൂർണമായ കൃഷിയിടത്തിൽ സഞ്ചാരികൾക്കായി ഒരു ഫാം ഹൗസും നിർമ്മിച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു തൊഴിലാണ് കൃഷി. മാനസികമായ സന്തോഷം കൃഷിയിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ കൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു സംഗതി. കാരണം എല്ലാവരുടെയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനാണ്. ആ കർഷകൻ വേണ്ട രീതിയിൽ പണിയെടുത്തില്ലെങ്കിൽ നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും. അതല്ല എങ്കിൽ ഇരട്ടി വില കൊടുത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. ആ ഒരു ദുസ്ഥിതി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു കാർഷിക പ്രധാനമായ രാജ്യത്തെ സംബന്ധിച്ച് അത് വളരെ ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ കർഷകന് ആ നിലയിലുള്ള ഒരു പ്രാമുഖ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കൃഷിക്കാരനാണ്, അവൻ മണ്ണിൽ പണിയെടുക്കുന്നവനാണ് പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ അവനൊരു പരിഗണന നമ്മുടെ നാട്ടിൽ അവൻ അർഹിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കിട്ടുന്ന ഒരു കാലം വന്നെങ്കിൽ മാത്രമാണ് നാട്ടിലെ കാർഷിക നിലയെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻതൂക്കം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.